അച്ഛാ, ഈ പാവാട കൂടാരത്തിൽ പ്രഭാകരൻ ഒരു ചായ ചോദിച്ചിട്ട് ടിവിയിൽ 3 പരസ്യം കഴിഞ്ഞു. എവിടാ ചായ? അവള് കൊണ്ടുവരും അച്ഛാ. എപ്പോ കൊണ്ടുവരും ചായ? കൊണ്ടുവരുന്നുണ്ടോ അച്ഛാ? അച്ഛാ ചായ എടുത്തോണ്ട് പോടി, ടൈമിംഗ് എടുത്ത ചായ. അച്ഛാ, ആദ്യം ഞാൻ ഒരു ചായ ഇട്ടപ്പോ അതിന്റെ പാല് പിരിഞ്ഞു പോയി. ഇത് രണ്ടാമത് ഉണ്ടാക്കിയ ചായയാണ്. തർക്കുത്തരം പറയുന്നു എന്നോട്. പാവാട കൂടാരത്തിൽ പ്രഭാകരനോട് തർക്കുത്തരം പറയുന്നു. അച്ഛാ, അച്ഛൻ എന്താണ് ഇങ്ങനെ? ഞാൻ ഇങ്ങനെ പാവാട കൂടാരത്തിൽ പ്രഭാകരൻ ഇങ്ങനായി പോയി. ചേട്ടാ, ഞാൻ ഇനി ഈ ചായ എന്ത് ചെയ്യും? അച്ഛൻ ഈ ചായ കുടിക്കുമോ? ഈ ചായ കുടിച്ചാൽ അച്ഛന്റെ ദേഷ്യം മാറുമോ? ഈ ചായ കുടിക്കുന്നതോടെ എന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഈ ചായ കുടിച്ചാൽ എന്റെ കുടുംബം തകരുമോ? ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കഥ. പാവാട കൂടാരം. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ കണ്ണീർ സീരിയലിന്റെ എപ്പിസോഡാണെന്ന്. പക്ഷെ അല്ല, ഇതാണ് ഞാൻ കെട്ടിക്കേറി വന്ന എന്റെ കുടുംബം. ഇപ്പൊ പോയില്ല എന്റെ ഭർത്താവും അങ്ങേരുടെ അച്ഛനും. ഒടുക്കത്ത സീരിയൽ പ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത സീരിയൽ പ്രാന്ത്. അതുകൊണ്ടാണ് എന്നെ ഈ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത്. ചേച്ചി, കല്യാണം കഴിഞ്ഞ് 3 മാസമായി ചേച്ചി. ഇതുവരെ എന്നെ എന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സ് ഇടാൻ സമ്മതിച്ചിട്ടില്ല. അവര് പറയണ ഞാൻ എപ്പോഴും ഇങ്ങനെ സീരിയലിന്റെ കഥാപാത്രമായിട്ട് ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ ഒരുങ്ങി നടക്കണമെന്നാണ് പറയണേ. എന്തിനു ചേച്ചി, ഒരു നൈറ്റ് പോലും ഉറങ്ങുമ്പോൾ ഒരു നൈറ്റ് പോലും എന്നെ ഇടാൻ സമ്മതിക്കൂല. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മെനിങ്ങാന്ന് വിഷമിച്ച് ഇവിടെ ഇരുന്നപ്പോഴേ ഒരു പയ്യൻ എന്നെ നോക്കി വിളിച്ച് ചോദിക്കാണ്, ചേച്ചി ഈ ഫ്ലോട്ട് കൊടുക്കണ ഉത്സവം കഴിഞ്ഞ് കൊണ്ടുവരാൻ. അത് മാത്രല്ല, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ചിട്ട് എന്നെ പൊക്കിക്കൊണ്ടു പോയിട്ട് ഈ സ്വർണം മുഴുവനും വിറ്റ 1 കോടി രൂപ എന്തായാലും കിട്ടും. ഉയിര് മേടിച്ചാണ് ഞാൻ ഈ വീട്ടിനകത്തിരിക്കണത്. ഇതാണ് ഇവിടത്തെ അടുത്ത സീരിയൽ അഡിക്റ്റ്, ഞങ്ങളുടെ അമ്മണി പശു. ഇവര് സീരിയൽ കാണുമ്പോ ഈ ജനാല വഴി അവള് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടിപ്പൊ എപ്പിസോഡ് കണക്കിനാണ് ചാണകം ഇടുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ രാത്രി ചാണകം ഇട്ടെന്ന് വെച്ചോ, പിറ്റേ ദിവസം കാലത്ത് അതേപോലെ തന്നെ പിന്നെയും ചാണകം ഇടും. ഞാനപ്പൊ ആലോചിക്കും, ഇതെന്താ റീടെലികാസ്റ്റിംഗ് ചാണകം? ഇപ്പൊ ഒരു അവസ്ഥ ആലോചിക്കണം കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ ഇവരെ കുടുംബത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമേ, ഞാൻ പറയുന്നു സ്റ്റീഫന്റെ ഗർഭമാണ്. അല്ല അച്ഛാ, സുമേഷിന്റെ ആണ് അച്ഛാ. സ്റ്റീഫന്റെ ഗർഭമാണ്. അല്ല അച്ഛാ, സുമേഷിന്റെ ആണ് അച്ഛാ. സ്റ്റീഫന്റെ ഗർഭമാണ്. അച്ഛാ, ഞാൻ പറയണ കേൾക്കണം. ആദ്യമായിട്ട് സ്റ്റെല്ല കല്യാണം കഴിച്ച ആരാ? രതീഷ് കല്ലറ. രതീഷ് കല്ലറ കളഞ്ഞിട്ട് പോയപ്പോഴാണ് സ്റ്റീഫൻ പ്രേമം പറഞ്ഞ് വന്നത്. പിന്നെ സുമേഷ് കല്യാണം കഴിച്ചു. അപ്പം സുമേഷിന്റെയാണ് ഗർഭം. അല്ല, സ്റ്റീഫന്റെ ഗർഭമാണ്. സുമേഷിന്റെ ഗർഭം. അച്ഛാ, അല്ല, നിങ്ങൾ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? സിന്ദൂർ ചെപ്പ് സീരിയലിലെ സ്റ്റെല്ലയുടെ ഭർത്താവ് സ്റ്റീഫന്റെ ഗർഭം. അവള് ഗർഭമാണെന്ന് പറഞ്ഞ് ഛർദിച്ചിട്ട് 1.5 കൊല്ലമായി. പ്രസവിച്ച് കഴിയുമ്പോ 5 കൊല്ലം എന്തായാലും ആവും. എന്നിട്ട് പോരെ നിങ്ങളുടെ ഈ തർക്കം? പക്ഷെ എന്തായാലും സുമേഷിന്റെ സ്റ്റീഫന്റെ ആണേ. സുമേഷിന്റെ ഒന്ന് നിർത്തുവോ? ഒന്ന് കുറച്ച് റിയാലിറ്റിയിലോട്ട് വാ. അയ്യോ, റിയാലിറ്റി ഷോയ്ക്ക് റേറ്റിംഗ് ഇല്ല, സീരിയലാണ് റേറ്റിംഗ്. അതല്ല പറഞ്ഞത്, കുറച്ചും കൂടി ഒന്ന് നമ്മുടെ കുടുംബ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് അതിനൊന്നും ഇപ്പൊ നേരമില്ലല്ലോ. നിങ്ങൾ ഭയങ്കര സീരിയൽ അഡിക്റ്റ് ആണ് രണ്ടുപേരും. നമ്മള് പറഞ്ഞ കേട്ടാ, സീരിയൽ അഡിക്റ്റ് 10 വർഷമായിട്ട് ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന ഞാൻ സീരിയൽ അഡിക്റ്റ്. ജനിച്ച അന്ന് മുതൽ അച്ഛൻ്റെ 6 മണി തൊട്ട് 9:30 വരെ ഇരുന്ന സീരിയലാണ് ഞാൻ. സീരിയൽ അഡിക്റ്റ്. ഞാനാണ് അഡിക്റ്റ്. ശരി, സമ്മതിച്ച് ഞാനാണ് അഡിക്റ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ, ഇത്ര വോളിയം വേണ്ട, കുറച്ച് വോളിയം കുറയ്ക്കും. കുറച്ചും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിങ്ങനെ സീരിയൽ കഥാപാത്രത്തിനെ പോലെ വേഷവും കെട്ടി നടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഞാൻ നൈറ്റ് ഇട്ടിരിക്കും. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കരയാൻ പോകാൻ കടപ്പുറത്തിനക്കരെ എന്ന സീരിയലിലെ നന്ദിനെ പോലെ ഇവിടെ വില്ലനിസം കളിച്ച ഇത് നിന്റെ വീട്ടിലായിക്കോണം. ഇതെന്റെ വീടാണ് അച്ഛാ. എനിക്ക് നെഞ്ചുവേദന എടുക്കണ്ട. ഈശ്വര, എന്റെ അച്ഛന്റെ നെഞ്ചുവേദന മാറുമോ? അച്ഛന്റെ നെഞ്ചുവേദന അറ്റാക്കായി തീരുമോ?
ഈ അറ്റാക്കിൽ അച്ഛൻ അങ്ങ് മേലോട്ട് പോകും. എങ്ങനെ അല്ല, ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു. അങ്ങനെ ഓളത്തിൽ പറയണ്ട. എന്നോട് വേറെ നീ ഗുളിക എടുത്ത്. അയ്യോ, ഗുളി എടുത്തിടാം. പക്ഷെ നിന്റെ നൈറ്റി അത് ഞാൻ ഇടിയിപ്പിക്കൂടി. ഞാനാണ് നിന്റെ ഭർത്താവെങ്കിൽ ഈ വീട്ടിൽ നീ നൈറ്റ് ഇടില്ലടി. എടാ, എന്ത്? നീ ആ മതിലിന്റെ അപ്പുറത്തിരുന്ന് ഇത് നോക്കി ചിരിച്ചോണ്ടിരുന്നോ? നിന്റെ അടുത്ത് ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ? അല്ലേ ഇത് കണ്ടാ പിന്നെ ഇങ്ങനെ ചിരിക്കായിരിക്കും. മെഗാ എപ്പിസോഡ് ആണെങ്കിൽ ഇവിടെ ഓരോ കഥ നടക്കുന്നത്. ഞാൻ അത് ആ പരിഹാരം ഉണ്ടാക്കി. ഞാൻ ഒരു പോലീസിന്റെ കേസ് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഈ ചെറിയ ക്രിമിനേടി ഉള്ളവന്മാർക്ക് പോലീസുകാരെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു വിരട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ശരിയാവും. അപ്പൊ ഒന്ന് വിളിക്കൂടാ നീ? ഞാൻ നില്ല. വരാൻ പറയടാ. ഞാൻ നമ്മളെ അരുവിക്കര CI എടുത്ത് ഞാൻ വിളിച്ചു. ഒരു സെക്കൻഡേ. ആ സാറേ, അഖില് രണ്ട് തെറി അല്ല, ആ കേസല്ല സാർ, ഇത് വേറെ എന്റെ കാര്യമല്ല. പിന്നെ സാറേ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള രണ്ട് മറ്റേ സീരിയൽ കാണുന്ന രണ്ട് പ്രാന്തന്മാരും പറഞ്ഞല്ലേ സാറേ, അമര സാറൊന്ന് വരട്ടാന്ന് ഏറ്റിരുന്ന് അത് തിരക്കാ. ആ ഓക്കെ താങ്ക് യു സാർ. മറ്റത് ഞാൻ വന്ന് പെറ്റി അടച്ചോളാം. താങ്ക് യു സാർ. ഇത് CI ഒരു കേസുമായിട്ട് എവിടെ പോവാണ്. പക്ഷേ ഈ കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി വേറൊരു പോലീസുകാരനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി. ആണോ? ആ പുള്ളി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യത്തിന് പുള്ളി സൂപ്പറാണ്. ആണോ? ആ വരും. എടാ വന്നും തോന്നടാ. നമസ്കാരം സാർ. ഞാൻ CI സാർ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷെ യൂണിഫോം അത് യൂണിഫോമിൽ വന്നാൽ അവരോടും, അതുകൊണ്ടാണ് ഞാൻ മത്തിയിൽ വന്നത്. മത്തിയില്ല, മഫ്തിയിൽ വന്നത്. അല്ല, CI സാറ് പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് പേടിപ്പിച്ച് വിട്ടാമെന്ന് പറഞ്ഞു. എന്തോ സംഭവം? സാറേ വേറൊന്നും അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇത് ഈ കോലത്തിലാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് ഇവിടെ ഇടാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് അവനവന്റെ ഇഷ്ടത്തിന് ഡ്രസ് ഇടാം, അതിന് നിയമമുണ്ട്. ഉണ്ട്. അത് ഞാൻ അവരെ ഒന്ന് പേടിപ്പിക്കാം. വിളിക്കവരെ. പേടിപ്പിക്കണമെന്ന് ഞാൻ വേറൊന്നും ചെയ്യണ്ട. വേറെ ഒന്നും ചെയ്യില്ല, അവന്റെ ചകട നോക്കിയൊന്നും പൊട്ടിക്കും ഞാൻ. നന്നാവാനാണെങ്കിൽ 2 കൊടുക്കില്ല. അവനെ വിളി. അതെ, ആരോ വന്ന് നിക്കണേ. ഞാൻ പറഞ്ഞത് സ്റ്റീഫന്റെ ഗർഭത്തിന്റെ കേസ്. സ്റ്റീഫന്റെ രതീഷ് കല്ലറാണ് ചാപ്പശ്ശേരി. നിന്റെ ഭാര്യല്ലടാ അവള്, നിന്റെ ഭാര്യയല്ലേ അവള്. അവൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇട്ട എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കാണുന്നവരെ, ഇതാരടോ തന്റെ വരുമ്പോഴല്ലേ അവൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇട്ട എന്താ കുഴപ്പം? അടിച്ചിട്ട് കരഞ്ഞാ വെക്കും. ഡോക്ടർ ജഗൻ കണ്ണീർ മഴ സീരിയൽ എപ്പിസോഡ് നമ്പർ 14. ഓട്ടോ ഡ്രൈവർ മുത്തു, ചിങ്കിരിക്കോട സീരിയൽ. രാഷ്ട്രീയക്കാരൻ രാമു കിടന്ന വഴി കാണാനില്ല. കണ്ടക്ടർ ബാബു. എന്റെ പൊന്നുമോനെ, ഒരു കാര്യം ചോദിച്ചിട്ട്, ചെറിയ സീരിയലില് ചെറിയ വേഷം ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെങ്ങനെ മനസ്സിലായി? നമ്മൾ വിചാരിച്ച ആളെന്നല്ലേ? അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ്. നമ്മൾ ആദ്യം 2 സീരിയൽ തന്നെ അടുത്ത് കണ്ടത്. ചേട്ടാ എനിക്കൊരു ആൾക്കാരാണ് എല്ലാം തള്ളിക്കറി വരല്ലേ. എനിക്ക് ചേട്ടാ, എനിക്ക് കരയാൻ പോവാൻ കാട്ടുകുളത്തിലെന്ന് പറഞ്ഞൊരു സീരിയൽ. ആ സീരിയലിൽ മറ്റേ കോടതിയിൽ നിങ്ങൾ ഒരു വക്കീലായിട്ട് അഭിനയിച്ചത്. ശോഭ എന്ന് പറഞ്ഞൊരു നടി, നിങ്ങൾ ഒരു നായിക, നിങ്ങൾ നിരപരാധിയായിട്ട് കോടതി ഇറക്കി വിട്ട്. ഓർക്കണ്ട് ആ ഡയലോഗ് ഒന്ന് പറയാൻ എനിക്ക് രോമാഞ്ചം വരാനാണ്. ഞങ്ങൾ ആരാധകർ സംസാരിക്കുമ്പോ ഇടയിൽ വന്നിട്ട് ആ സീൻ അഭിനയിക്കുമ്പോ എനിക്ക് രോമാഞ്ചം വന്നു. ചീപ്പ് കൊണ്ട് ഈരി ഭയങ്കര സെറ്റപ്പായില്ലേ. ഞാൻ പറയാം, മൈ ലോർഡ്, സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദേവതയാണ്. അവളുടെ ഒരു തുള്ളി കണ്ണീർ ഈ കോടതിയിൽ വീടാൻ ഇവിടെ പുഴയാകും. പുഴ ചെന്ന് ചേരുന്നത് കടലാകും. കടലിൽ നിന്ന് സുനാമിയുടെ ചിങ്ങോട്ട് വരും. My lord. തെറ്റുകാരിയാണ് എന്റെ പ്രതി. My lord. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ. ഡയറക്ടറില്ലേ കരഞ്ഞ് ക്യാമറ കട്ട് ചെയ്ത് സൗണ്ട് അല്ലല്ല സൗണ്ട് സൗണ്ട് ക്ലബ് അല്ലേ വിളിച്ചാണ്. സ്റ്റുഡിയോ പോയിട്ട് ക്ലബ് ഇല്ലേ? ക്ലബല്ല, ടപ്പിംഗ്. സംഭവം നല്ല അടിപൊളിയായിരുന്നു. സാറിനെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം. പിന്നെ ഇവിടെ വന്നത് സാറേ, ഞാൻ ഞങ്ങളെ ആരാധകർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ
ഞാൻ പറഞ്ഞ കാര്യം അതായത് നിങ്ങളുടെ ഭാര്യയെ ഡ്രസ് ഇടാൻ സമ്മതിക്കുന്നു ഡേറ്റ് ഇടാൻ സമ്മതിക്കുന്നത് പറഞ്ഞു അത് ചോദിക്കാൻ വേണ്ടി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ഞാനാ ആ ഞാൻ ഡ്രസ് ഇടാൻ സമ്മതിക്കില്ലെന്ന്. പ്രശ്നമല്ല, മറ്റേ ഇങ്ങനെ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് ഞാൻ. ഡേറ്റ് ഇടാൻ പറ്റില്ലെന്ന്. നൈറ്റ് ഈ വേഷത്തിന് എന്ത് കുഴപ്പം സാറേ? സാർ അങ്ങോട്ട് നോക്കിയാണ് താമര കുമ്പിളിലെ പ്രീതേ കണക്കല്ലേ സാർ ഇരിക്കണത്? നല്ല ഡ്രസ്സല്ലേ സാറേ? കള്ളക്കേസാണ് സാറേ, കള്ളക്കേസ്. കള്ളക്കേസാണ്. ഇല്ല, സത്യത്തില് ഞാൻ എന്റെ പൊന്നു കുഞ്ഞെ, ഈ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്ത് മോളിട്ടാൽ അടിപൊളിയായിരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കും നല്ലത്. പിന്നെ എന്ത് മോശം? നെയ്റ്റ് വേണ്ടിട്ട് നെയ്റ്റ് ഇട്ട ദ്രോഹമായിരിക്കും. ഒരേ സാർ എന്താ ഉദ്ദേശിക്കണേ? സാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ എന്തിനാ? എന്നിട്ട് ഇവരെ ഉപദേശിക്കാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞു വിട്ടെ? ഈ ഡ്രസ് എന്താ മോശം? എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. നൈറ്റ് ഇടാൻ പറ്റൂല. എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. നൈറ്റ് ഇടാൻ പറ്റൂല. എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. പറ്റൂല. ഉറപ്പിച്ചാ? എന്നാ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം. നൈറ്റ് ഇടുന്നു. അങ്ങനെ വിട്ടുകൊടുത്ത എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടില് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് പോലും ഇടാൻ ഇവര് സമ്മതിക്കുന്നില്ല. എന്റെ വേഷം കണ്ടില്ലേ? എന്റെ വേഷം ഈ വേഷത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് ഞാനാണ് സമ്മതിക്കുന്നത്. ഇതെന്റെ അമ്മായിയപ്പൻ. ഇതെന്റെ അമ്മായിയപ്പൻ. ഞാനാണ് സമ്മതിക്കുന്നത്. ഇതിന്റെ മുഖം എവിടെ? പോലീസുകാരൻ ഉപദേശിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ ദ്രോഹിക്കാൻ. എന്താ ഇത്ര നേരം അങ്ങനല്ലല്ലോ പറഞ്ഞിരുന്നത്? ഇത്ര നേരം അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് എന്തോ ഒരു മനമാറ്റം. എന്റെ പൊന്നുമോളെ, നൈറ്റിയാ ചുരിദാറാ നിനക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണം കേട്ടോ. പക്ഷെ ഇതേമാതിരി വീഡിയോ ഒന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. ആ എന്താ സോഷ്യൽ മീഡിയയിൽ ഇട്ടാല് ഞങ്ങൾക്കും ജീവിക്കണം. ഇവർ നന്നാകുമോ അതോ എന്റെ കൈക്ക് പണിയാകുമോ? ഒരു ഷോർട്ട് ബ്രേക്ക്.